ഈ എക്സ്പോർട്ടുകൾ വിളിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ പേര് വെച്ച് തന്നെ വിളിക്കണം, എന്നാലേ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ അവിടെ ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് ഹലോ മാത്രം വിളിക്കാം. ഹലോ മാത്രം വിളിക്കാം, വേറെ ഒന്നും വരുന്നില്ല. നമ്മൾ ഹലോ എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്തു, ഇതിന്റെ അകത്തോട്ട് ഇമ്പോർട്ട് ചെയ്തു ഈ ഒരു JS. ഇനി നമുക്ക് ഇത് യൂസ് ചെയ്യുന്നത് സിമ്പിൾ ആണ്. ജസ്റ്റ് ഫംഗ്ഷൻ കോൾ മാത്രം ചെയ്താൽ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ നമുക്ക് ഹലോ ഫ്രണ്ട് എന്നാലും നമുക്ക് ഇതിന്റെ കൺസോൾ വരും. ഈസി അല്ലേ? ഇതേ സാധനം തന്നെ നമുക്ക് നെയിം എക്സ്പോർട്ട് ആണെങ്കിൽ ചെയ്യും. നെയിം എക്സ്പോർട്ട് ആണ് ഇമ്പോർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ കോമ ടച്ച് ബ്രാക്കറ്റിനകത്ത് നമ്മൾ അതിന് പേര് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റും. ഡയറക്റ്റ് പൈ കൊടുത്ത് കിട്ടില്ല, ബ്രാക്കറ്റിനകത്ത് പൈ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അത് കിട്ടും. ഇനി അത് നമുക്ക് പ്രിന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കൺസോൾ കൊടുത്തിട്ട് പൈ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് കിട്ടും. ഇതാണ് ഡിഫോൾട്ട് എക്സ്പോർട്ടും നെയിം എക്സ്പോർട്ട്. ഡിഫോൾട്ട് എക്സ്പോർട്ട് ആണെങ്കിൽ ഡയറക്റ്റ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യാം. നെയിം എക്സ്പോർട്ട് ആണെങ്കിൽ എന്താണ് അവിടെ കൊടുക്കുന്ന പേര് അത് നമ്മൾ ബ്രാക്കറ്റിനകത്ത് കോൾ ചെയ്തിട്ട് വേണം നമുക്ക് ഇതിനെ ഇമ്പോർട്ട് ചെയ്ത്. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ 2 എന്ന് കൊടുക്കുന്നു. 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഹലോ ടു കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇനി അത് കിട്ടും. ഇല്ലേ? അതായത് നെയിം എക്സ്പോർട്ട് എന്ന് പറയുന്നത്, സോറി ഡിഫോൾട്ട് എക്സ്പോർട്ട് എന്ന് പറയുന്നത് നമുക്ക് എന്ത് പേര് വേണം വിളിക്കാം. ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന സാധനം നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഇപ്പം ഞാൻ വേണമെങ്കിൽ എന്റെ പേര് കൊടുക്കാം. എന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വാല്യൂ കിട്ടും കേട്ടോ. അപ്പോൾ ഡിഫോൾട്ട് എക്സ്പോർട്ട് എന്ത് വേണമെങ്കിലും പക്ഷേ നെയിം എക്സ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പേര് തന്നെ വേണം. ആ പേര് വെച്ച് തന്നെ കേളി ബ്രാക്കറ്റിനകത്ത് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അതിനെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും.